രണ്ടാം തവണ പ്രസിഡന്റ് സ്ഥാനത്തെത്തിയതിന് പിന്നാലെ സ്വന്തം ക്യാബിനറ്റിലെ സുപ്രധാന പദവികളിൽ വിശ്വസ്തരെ നിയമിച്ച് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവ്. ചീഫ് ഓഫ് സ്റ്റാഫ്, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ്, സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ എന്നീ പദവികളിലാണ് സുപ്രധാന തീരുമാനം. ഇന്ത്യൻ ബന്ധമുള്ള വിവേക് രാമസ്വാമിയെയും ടെക് ഭീമൻ ഇലോൺ മസ്കിനെയും കാര്യക്ഷമതാ വകുപ്പിന്റെ തലവന്മാരായി ട്രംപ് നേരത്തെ നിയമിച്ചിരുന്നു. ശ്രീജിത്ത് ബാലകൃഷ്ണനുണ്ട്. ശ്രീജിത്ത്, വിവരങ്ങൾ. അതിന് തീർച്ചയായും രണ്ടാം തവണ അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം സ്വന്തം എന്ന് പറയുന്ന വളരെ വിശ്വസ്തരായ ആളുകളെ തന്നെയാണ് ഇത്തവണ കൂടെ കൂട്ടിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനമായിട്ട് ഇതിനകത്ത് ചീഫ് ഓഫ് സ്റ്റാഫും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും അടക്കമുള്ള സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി, അതായത് CIA ഡയറക്ടർ, അത്തരം പോസ്റ്റുകളിലാണ്, സുപ്രധാനമായ പോസ്റ്റുകളാണ് വളരെയധികം വിശ്വസ്തരെ അദ്ദേഹം ഇത്തവണ നിയമിച്ചിട്ടുള്ളത്. ഈ ചൈനയിലും ഇറാനിലും ഒക്കെ നടക്കുന്ന യുദ്ധ സാഹചര്യം എങ്ങനെ നേരിടണം എന്നൊക്കെ എത്തരം കാര്യങ്ങൾ, അതോടൊപ്പം ട്രംപിന്റെ ഒരു ട്രംപ് കാർഡ് എന്ന് പറയുന്ന കുടിയേറ്റ വിഷയം കൈകാര്യം ചെയ്യുന്നതിലും അതിർത്തി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ഒക്കെ വളരെ പ്രാവീണ്യമെന്നും ട്രംപ് വിചാരിക്കുന്ന ആളുകളെ തന്നെയാണ് ഇത്തവണ നിയമിച്ചിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ രണ്ട് പേരുകൾ, ഒന്ന് മാറ്റ് ഗേറ്റ്സ് ആണ്. അദ്ദേഹമാണ് അറ്റോർണി ജനറൽ, അതായത് ഒരുപക്ഷെ അമേരിക്കയുടെ നിയമകാര്യങ്ങളിൽ, അമേരിക്കയുടെ വിദേശ കാര്യങ്ങളിലൊക്കെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ആൾ തന്നെയാണ് മാറ്റ് ഗേറ്റ്സ് നിയമിച്ചിട്ടുള്ളത്. അറ്റോർണി ജനറൽ എന്ന പോസ്റ്റിലേക്കാണ്. ട്രംപിന്റെ വളരെ വിശ്വസ്തരായ ഒരാൾ തന്നെയാണ് അവർ ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു സെനറ്റർ കൂടിയാണ്. അതോടൊപ്പം തന്നെ തുൾസി ഗാബാർഡ് നമുക്ക് അമേരിക്കയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളിൽ, ഇന്ത്യയുമായി ബന്ധപ്പെട്ട വലിയ വിഷയങ്ങളിലൊക്കെ അഭിപ്രായങ്ങൾ പറയും, ഇന്ത്യയുമായി വലിയ ബന്ധം പുലർത്തുകയും ചെയ്യുന്ന ആൾ തന്നെയാണ് തുൾസി ഗാബാർഡ്. അദ്ദേഹത്തെയാണ് നാഷണൽ ഇന്റലിജൻസ് ഡയറക്ടറായിട്ട്, അതായത് CIA ഡയറക്ടർ പദവിയിലേക്ക് നിയമിച്ചിട്ടുള്ളത്. പക്ഷെ അക്കാര്യത്തിൽ ഒരു തർക്കം ഇപ്പോഴും തുടരുന്നുണ്ട്. കാരണം അത് റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് ഈ അടുത്തിടെയാണ് തുൾസി ഗാബാർഡ് ചേർന്നത്. ഡെമോക്രാറ്റുകളുടെ ഒരു പ്രതിനിധിയായിരുന്നു തുൾസി ഗാബാർഡ്. ഈ അടുത്തിടെയിലാണ് ട്രംപുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും റിപ്പബ്ലിക്കൻ പാർട്ടിയിലേക്ക് വരികയും ചെയ്തത്. അതുകൊണ്ട് തന്നെ തുൾസി ഗാബാർഡിന്റെ നിയമനത്തിൽ റിപ്പബ്ലിക്കൻസിനിടയിൽ ചെറിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാലും ട്രംപിന്റെ ഒരു തീരുമാനം വലിയ ഏകപക്ഷീയമായ തീരുമാനങ്ങളാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തവണ സുപ്രധാനമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സൂസി വൈൽസ്, അവരാണ് ചീഫ് ഓഫ് സ്റ്റാഫായിട്ട്. നമുക്കറിയാവുന്നതാണ്, ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൊക്കെ ഒപ്പം നിന്ന വ്യക്തിയാണ് സൂസി വൈൽസ്. അതുകൊണ്ട് തന്നെ സൂസി വൈൽസിനെ ചീഫ് ഓഫ് സ്റ്റാഫായി തെരഞ്ഞെടുക്കാൻ ട്രംപിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. മറ്റൊന്ന് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, അമേരിക്കൻ കാര്യങ്ങളിൽ, വിദേശ കാര്യങ്ങളിലൊക്കെ നിർണായകമായ അഭിപ്രായം പറയേണ്ട പോസ്റ്റാണ് സ്റ്റേറ്റ് സെക്രട്ടറി എന്നുള്ളത്. അത് മാർക്കോ റൂബിയോ, ഫ്ലോറിഡയിൽ നിന്നുള്ള സെനറ്ററാണ് മാർക്കോ റൂബിയോ. അദ്ദേഹത്തെയാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അതൊരു നിർണായകമായ തീരുമാനമാണ്. ചൈനയുമായിട്ടുള്ള ബന്ധങ്ങളിൽ, ഇറാനുമായിട്ടുള്ള നയങ്ങൾ തീരുമാനിക്കുന്നതിലൊക്കെ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ മാർക്കോ റൂബിയോ ഇനി അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി വരുമ്പോൾ അത് ഇന്ത്യൻ ബന്ധത്തിൽ കൂടി വലിയ നിർണായകമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നാം മനസ്സിലാക്കുന്നത്. മറ്റൊന്ന് മൈക്ക് വാൾട്സ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് എന്ന പദവിയിലേക്ക് വരുമ്പോൾ വിദേശകാര്യ നയങ്ങളിൽ സുപ്രധാനമായ, തന്ത്രപ്രധാനമായ പ്രതിരോധ തീരുമാനങ്ങളിലൊക്കെ അഭിപ്രായം പറയുകയും നിലപാടുകൾ സ്വീകരിക്കുകയും ട്രംപിനെ ഉപദേശിക്കുകയും ചെയ്യേണ്ട ആൾ തന്നെയാണ്. മറ്റൊന്ന്, നമ്മൾ ഇന്നലെ വളരെയധികം ഡിസ്കസ് ചെയ്തൊരു പേരാണ് പീറ്റ് ഹെഗ്സേത്ത് എന്നുള്ളത്. കാരണം ഫോക്സ് ന്യൂസ് ചാനലിന്റെ തലപ്പത്തുള്ള ആളായിരുന്നു. അദ്ദേഹത്തെയാണ് പ്രതിരോധ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ നിയമനവും വലിയ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ്. ആതിര. ശരി, ശ്രീജിത്ത് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.